അപ്പോൾ നമ്മൾ ചക്ക വറുത്ത് വെക്കും. ആദ്യം ചക്ക ഇത്തിരി വറുത്ത് നോക്കിയിട്ട് പിന്നെ ശരിയാവാണെങ്കിൽ എല്ലാ ചക്കയും വറുക്കും. അമ്മാമ്മ ചക്ക പറക്കാണ്. ചക്ക ചക്ക പൊളിച്ചത് ചോളകൾ എന്ത് ചെയ്യാനാ പോണേ? ഇത്തിരി വറുത്ത് നോക്കും. എന്നിട്ട് ശരിയാവാണെങ്കിൽ നമ്മള് എല്ലാം വറുക്കും. ഇതേ നമ്മളിതേ വറുക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇതൊന്നും നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. ഉരുളി വെച്ചിട്ട് അതിൽ ഇതേ നമ്മൾ റൈസ് ബ്രാൻ ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഓയിലില്ലേ, അതാണ് ചേർക്കണേ കേട്ടോ. അതൊന്ന് നമ്മൾ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വരട്ടെ. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒരെണ്ണം ആദ്യം ഇട്ട് വെക്കാം. കുറച്ചും കൂടി ചൂടാവണം കേട്ടോ. അത് നന്നായി ഒന്ന് ചൂടാവട്ടെ. ചൂടായ എണ്ണയിലേക്ക് ഇതേ നമ്മുടെ ചക്ക വറുക്കാൻ കുറച്ചൊന്ന് ഇടുന്നുണ്ട് കേട്ടോ. ഇത് ശരിയാവുണ്ടെങ്കിൽ മാത്രമേ ഇനി ചക്ക വറുക്കണുള്ളൂ. കുറച്ചൊന്ന് ടെസ്റ്റ് ഡോസ് വറുത്ത് വെക്കാം. ഇതേ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഫുള്ളായിട്ടില്ല. ഇതൊന്ന് സിമ്മിൽ വെച്ചോ, മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത്തിരി ഉപ്പ് വെള്ളം തെളിച്ച് കൊടുക്കാം കേട്ടോ. അതിൽ അത് തെളിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണേ. ഈ സൗണ്ട് പൊട്ടലൊക്കെ കഴിഞ്ഞ് നമുക്കത് കോരിയെടുക്കാം കേട്ടോ. പൊട്ടലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കത് കോരിയെടുക്കാം കേട്ടോ. കോരിയെടുത്തിട്ട് കാണിക്കാവേ. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, നല്ല പോളയൊക്കെ ഉണ്ട്. പക്ഷെ ഇത് പിശു തന്നെയൊക്കാം. അപ്പോൾ ഒരു തവണയും കൂടി നമുക്കൊന്ന് വറുത്ത് നോക്കാം കേട്ടോ. ഇന്നലെ വറുത്തപ്പോഴേ പിശും തന്നെ ഉണ്ടായിരുന്നു ഇതാട്ടോ. അപ്പം ഇന്ന് ചൂടാറി, അതായത് ഇന്നലെ വറുത്ത് ചൂടാറിയതിന് ശേഷം ഇന്നൊന്നും കൂടി ഞാൻ എണ്ണയിലിട്ടെടുത്തു. അപ്പോൾ അതായത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ? അപ്പം വറുക്കുമ്പോൾ ഒരു ചെറിയ പിശും തന്നെ, എന്താ പറയുക, സോഫ്റ്റ് ആണെങ്കിൽ രണ്ടാമത് ചൂടാറിയതിന് ശേഷം എണ്ണയിലിട്ടെടുക്കാം കേട്ടോ. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും.